ഏലപ്പാറ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഏപ്രിൽ 12 അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തും. സംഗമത്തിന് മുന്നോടിയായി ജീവിതമാണ് ലഹരി എന്ന പേരിൽ 29 നടക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏലപ്പാറ ഗവൺമെന്റ് HSൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെ സംഘടനയായ ഏലപ്പാറ ഫോർമൽ സ്റ്റുഡൻസ് അസോസിയേഷനാണ് ഏപ്രിൽ 12 അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത്. ഏലപ്പാറയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി ജീവിതമാണ് ലഹരി എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ 29-ാം തീയതി സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 1:30 മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഏലപ്പാറ ഫോർമൽ സ്റ്റുഡൻസ് അസോസിയേഷൻ പിരിവേട്ടിലെ 1952 ഏലപ്പാറയിൽ സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 1952 മുതൽ 2024 വരെ ഉള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ 72 വർഷങ്ങൾ പിന്നിട്ട കലാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എൽഫോസ എന്ന് പറയുന്നത്. ഈ മാസം 29-ാം തീയതി മാർച്ച് 29-ന് എൽഫോസ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ശ്രീമാൻ ഋഷിരാജ് സിംഗ് IPSന്റെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സ്ലോഗൻ തന്നെ ഡ്രഗ് അബ്യൂസ് ആൻഡ് പ്രിവെൻഷൻ എന്നാണ്. പീരുമേട് താലൂക്കിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ കോളേജ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തലം വരെയുള്ള 300-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കൂടാതെ സംഗമത്തിന് പ്രചരണാർത്ഥം കലാപ്രവർത്തകർ പങ്കെടുക്കുന്ന വിളംബര സാംസ്കാരിക ജാഥ ഏപ്രിൽ 6-ന് പീരുമേട് താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. 2014 രൂപീകരിച്ച ഏലപ്പാറ ഫോർമൽ സ്റ്റുഡൻസ് അസോസിയേഷൻ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. രാജ്യത്തിന് അകത്തും പുറത്തുമായി 20-ൽ പരം യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. 1800-ൽ പരം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും ഓഫീസും സംഘടനയ്ക്കുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു ജോൺ, ജനറൽ സെക്രട്ടറി OH ഷാജി ജോൺ, T ജോർജ് കുട്ടി, K ചന്ദ്രസലീം എന്നിവർ പങ്കെടുത്തു.